ആദ്യം തന്നെ എൻ്റെ എല്ലാ വുമൺ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി വുമൺസ് ഡേ. എനിക്ക് കുറേ അൺഎക്സ്പെക്റ്റഡ് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ വന്നു. എല്ലാ DMസും ഞാൻ കണ്ടു. ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. രാവിലെ തന്നെ ഈ കാവടിയും തുള്ളി പോണത് മണ്ടക്കാട് അമ്പലത്തിലോട്ടാണ് കേട്ടാ. ഞാനൊന്ന് റെഡിയായി ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി. അപ്പോൾ അമ്മുമ്മയുടെ നിന്ന് നിറയെ കിട്ടി. അങ്ങനെ രാവിലെ തന്നെ വയറ് നിറഞ്ഞു. താഴെ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ദേണ്ടടാ പരിചയമുള്ളൊരു മുഖം. അപ്പോൾ അമ്മ എന്നെ കണ്ട് അമ്മ ഷോക്ക്ഡായി. ഞാനും അമ്മയെ കണ്ട് ഷോക്ക്ഡായി. കുറച്ച് മുന്നേ വീട്ടിൽ നിന്ന് കണ്ടിട്ടാണ് വന്നത് കേട്ടോ. അമ്മ നമുക്ക് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ കറക്റ്റ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ തന്നെ അമ്മയുടെ ബസ് വന്നു. പിന്നെ അമ്മ ഓക്കെ ചാച്ചാ ബൈ ബൈ സി യു എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ പറഞ്ഞു വിട്ടു. അമ്മ അമ്പലത്തിലോട്ട് വരുന്നില്ല കേട്ടോ. ഞാനും അമ്മുമ്മയും എൻ്റെ കസിനുമാണ് പോണത്. പിന്നെ ഞങ്ങൾ കുറേ നേരം കാത്തു നിന്നിട്ടാണ് ഒരു നെയ്യാറ്റിൻകര ബസ് കിട്ടിയത്. ബസ് കിട്ടിയിട്ടാണെങ്കിൽ അതാ ഈ ചേച്ചി പിച്ചിപ്പൂവും ഒരു പെർഫ്യൂമും അടിച്ചുകൊണ്ട് വന്ന്. എൻ്റെ പൊന്നേ, എനിക്ക് പിന്നെ കണ്ണ് തുറന്നിട്ട് ഇത് ഇന്ത്യയാണോ വേറെ ഏതെങ്കിലും രാജ്യത്താണോ ഞാനൊന്നും എനിക്ക് അറിയണുണ്ടായിരുന്നില്ല. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. എന്നെ ആരോ എടുത്തുകൊണ്ട് ചാരി വെച്ചിരിക്കണ പോലെ ഞാൻ ഇങ്ങനെ ഡമ്മി കണക്കിരിക്കുകയായിരുന്നു. എൻ്റെ മൈഗ്രെയിൻ അങ്ങ് തുടങ്ങി രാവിലെ തന്നെ. ഓൾറെഡി രാവിലെ അലാറം അടിച്ച് ഞെട്ടി എണീറ്റേണ്ട ഒരു തലകറക്കം ഉണ്ടായിരുന്നു. അതിൽ കൂടെ പിന്നെ ചേച്ചിയുടെ പിച്ചിപ്പൂവും പെർഫ്യൂമും കൂടെ ആയപ്പോൾ അങ്ങ് സുഖമായി. ഈ ബസ്സിന്റെ ഗിയർ ആണെങ്കിൽ വർക്കിംഗേ അല്ല. ആ ഡ്രൈവർ ആണെങ്കിൽ ഞാൻ വിചാരിച്ചു ഗിയറിനെ ഊരി കയ്യിലെടുക്കുമെന്ന്. അത്രയ്ക്ക് പിടിയായിരുന്നു ഗിയറിൽ കിടന്നിട്ട്. എങ്ങനെയൊക്കെയോ അമ്പലത്തിന്റെ അവിടം വരെ എത്തി. അപ്പം ഞങ്ങളുടെ അമ്മുമ്മ ഒരു രൂപം മേടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു രൂപം കണ്ടിട്ട് എനിക്ക് ആഗ്രഹമുള്ളൊരു രൂപം അത് കണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ അത് മേടിച്ചേട്ടാ. അതെന്തുവാന്ന് ഞാൻ കാണിച്ചില്ല. വെറുതെ എനിക്ക് വലിയ ഫെയ്ത്ത് ഒന്നും ഇല്ല. പിന്നെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ. വെറുതെ ഒരു ഇതെല്ലാം ഒരു ദൈവങ്ങളുടെ ഒരു കളികളല്ലേ എല്ലാം. സർവമായ അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി. നന്നായിട്ട് ദർശനമൊക്കെ കിട്ടി കേട്ടാ. കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. ഇങ്ങോട്ടേക്ക് വന്ന വഴിക്ക് അമ്മുമ്മ ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാനാണ് പറഞ്ഞത് നമുക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മേടിക്കാം വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവരങ്ങനെ ഓരോരോ കടകൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ തലവേദനിച്ചിട്ട് ഒരു വല്ലാത്ത അവസ്ഥ. അതായത് കരയണോ ചിരിക്കണോ എന്ന് അറിയാത്ത ഒരവസ്ഥ. പിന്നെ അമ്മമ്മയ്ക്ക് ഈ കൊളുന്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ കുറേ വളയും മാലയും പൊട്ടും കമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണ് പോയത് ഈ കാറിലും ബൈക്കിലുമാണ്. അതെന്താണെന്നാണ് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചത്. അതെന്തായിരിക്കും എന്നാലും. പിന്നെ ഈ മധുര പലഹാരങ്ങളൊക്കെ ഇവർ മേടിക്കാൻ പോയി. ഞാൻ ആ വഴിക്കേ പോയില്ല. കാരണം അത് തിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കിനി എഴുതി വയ്ക്കാൻ പറ്റത്തില്ല. എന്നാലും ഈ കരിമ്പും ഈ സപ്പോർട്ടും നിന്നിട്ട് ഇപ്പോൾ തലവേദനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കട്ടൻ കുടിച്ചപ്പോൾ ഇച്ചിരി കുറവുണ്ട്. പിന്നെ വെയിലടിച്ചിട്ട് കുറച്ച് സ്കിൻ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിവേസ് എല്ലാം കൊണ്ടും നല്ലൊരു വുമൺസ് ഡേ ആയിരുന്നു. അപ്പോൾ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.